ഇതിൻ്റെ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിൽ ഓഡിയോസിസ് എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും സെയിലിനുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാ പേജിലാണ് ആദ്യം പോസ്റ്റ് ചെയ്യുക. ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ ഓൾറെഡി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനത് വീട്ടിലാണ് കണക്ട് ചെയ്തേക്കണേ. നമുക്കിതിൽ വെറുതെ ഒരു 12 വോൾട്ട് 20 ആംപിയറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു 10 ആംപിയറിൻ്റെ മുകളിൽ വരുന്ന ഒരു SMPs ഉണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്ന കാർ ഓഡിയോ ഐറ്റംസ് നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാം. ഇപ്പം ഇതിപ്പോൾ മെയിൻലി ആൾക്കാർ അറിയുന്നത് സബ് ആംപ് ആയിട്ടാണെങ്കിലും നമുക്ക് നോർമൽ സ്പീക്കറിന് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരു 2 സ്പീക്കർ അറ്റ് എ ടൈം നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത്, ഇപ്പോൾ ഞാൻ ഒരെണ്ണം കണക്ട് ചെയ്തിട്ടുള്ളൂ വെറുതെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ കണക്ട് ചെയ്തേക്കണത് ജസ്റ്റ് ഒരു സോണിയുടെ പഴയ ഒരു സ്പീക്കറിലേക്കാണ്. അപ്പോൾ നമ്മുടെ സ്പീക്കർ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അല്ല നിങ്ങൾക്ക് സോണിയുടെ സബ്ബോ അല്ലെങ്കിൽ ഒരു 300 വാട്ട്സ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ വരുന്ന സബ്ബ് 12 ഇഞ്ചിൻ്റെ സബ്ബാണിത്, അത് കണക്ട് ചെയ്യണമെങ്കിൽ അത് കണക്ട് ചെയ്യാം. അതാകുമ്പോൾ നമുക്കിവിടെ ജസ്റ്റ് കണക്ഷൻസ് ചെറിയൊരു മാറ്റം വരും. ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കണം. അത് ഓൾറെഡി ബ്രിഡ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവർ തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. നെഗറ്റീവ് കൂടിയും പോസിറ്റീവ് കൂടിയായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സ്പീക്കറൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഒരു നെഗറ്റീവ് ഇതിലും ഒരു പോസിറ്റീവിലും കൊടുത്തിട്ടാണ് ഈ സ്പീക്കർ വർക്ക് ചെയ്ത് സബ്ബിലേക്ക് കൊടുക്കുന്നത് കാണിച്ചു തരാം. ഇനി ഇപ്പോൾ ഞാൻ ഈ കൊടുത്തേക്കുന്നത് സബിൻ്റെ കണക്ഷനാണ്. സബ് ഔട്ട് പറഞ്ഞ രീതിയിൽ ഒരു നെഗറ്റീവിലും കൊടുത്തു. പിന്നെ അവർ പറഞ്ഞ പോലെ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് പ്ലസ് കൂടെയാണ്. അപ്പോൾ പോസിറ്റീവ് കൂടിയും കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ചെറിയൊരു സ്വിച്ച് കൂടി നമുക്ക് മാറ്റാണ്ട് ഇവിടെ ഒരു സ്വിച്ച് വരും. ഇത് ഓഫായിട്ട് നമുക്ക് എടുക്കേണ്ടത് നമ്മൾ സ്പീക്കറിലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓൺ ആക്കണം. സബിലേക്ക് ആണെന്നുണ്ടെങ്കിൽ LPF എന്ന് പറയുന്നത് ലോ പാസ് ഫ്രീക്വൻസി അങ്ങനെ എന്തോ ആണ്. അത് ഓൺ ആക്കിയിടണം, എന്നാലേ നമ്മൾ സബിൻ്റെ ഇടി കുറച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ആ സ്വിച്ച് ഓണിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇപ്പോൾ ഇത് പ്ലേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോൾ സബിൻ്റെ ഫ്രീക്വൻസി മാത്രം ഫിൽട്ടർ ചെയ്ത് നമ്മുടെ 12 ഇഞ്ച് സബ് പുഷ്പം പോലെ ഇതെടുക്കും. അങ്ങനെ സൗണ്ട് കൂട്ടിത്തരാം. ഇപ്പോൾ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൂട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു നോബ് ഉണ്ട്. അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ കാണില്ല. ബ്ലാക്ക് ആയതുകൊണ്ടാണ് ബ്ലാക്ക് ഔട്ടായി ഇരിക്കുന്നത് മൊത്തം. അത് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സബിൻ്റെ ഇടി മാത്രമാണ് വന്നിട്ടിരിക്കുന്നത്. ഇത്തിരി സീനാണ്, ലേശം സൗണ്ട് കുറച്ചിടുന്നതാണ് ബുദ്ധി. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കേസ്. അപ്പോൾ ആവശ്യക്കാരനെങ്കിൽ ഡയറക്റ്റ് വിളിക്കാൻ മടിക്കണ്ട. നമ്പർ ഓൾറെഡി സ്ക്രീനിലുണ്ട്, ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി.